1 കപ്പ് വറുത്ത അരിപ്പൊടി, 4 നാടൻ കോഴിമുട്ട, പേരിന് അല്പം മാത്രം വെള്ളം ചേർത്ത നല്ല കൊഴുപ്പുള്ള നാളികേരപ്പാൽ 1/4 കപ്പ്, 1/4 കപ്പ് പഞ്ചസാര. മലബാർ മുസ്ലിങ്ങളുടെ ഇടയിൽ റംസാൻ കാലത്ത് ഉണ്ടാക്കിയിരുന്ന ചേമ്പപ്പം എന്ന് പറയുന്ന ഒരു ഏറ്റവും സ്വാദിഷ്ടമായിട്ടുള്ള ഒരു പലഹാരം തയ്യാറാക്കാം. ആദ്യം കോഴിമുട്ട 4 എണ്ണവും പൊട്ടിച്ചൊരു ബൗളിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. സ്പൂൺ വെച്ച് കോഴിമുട്ട ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം. അതിനുശേഷം ആവശ്യമുള്ള പഞ്ചസാര ചേർക്കാം. ഞാൻ 1 സ്പൂൺ പഞ്ചസാര ഇതിൽ ബാക്കി വെച്ചിട്ടാണ് ചേർക്കുന്നത്. മധുരം കൂടുതൽ വേണം എന്നുള്ളവർക്ക് മുഴുവനായിട്ടും ചേർക്കാം. ഇനി ഒരു നുള്ള് ഉപ്പ് കൂടി ചേർക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി 1 കപ്പ് വറുത്ത അരിപ്പൊടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. വലിയ കോഴിമുട്ടയാണെങ്കിൽ നാളികേരപ്പാൽ ചേർക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഇതിപ്പോൾ കുറച്ച് പാൽ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ എടുത്തു വെച്ച പാൽ മുഴുവനായിട്ടും ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. കൈവച്ച് തന്നെ നന്നായിട്ട് കുഴച്ച് യോജിപ്പിച്ചെടുക്കുന്നതാവും നല്ലത്. ഇതാണ് ഇതിൻ്റെ പാകം. നമ്മൾ ഒഴിക്കുമ്പോൾ ഇതുപോലെ വീഴണം. സ്റ്റൗവിലേക്ക് ഞാനൊരു പാൻ വെക്കുന്നുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതുപോലെ കൈകൊണ്ട് ആ മാവ് കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുക്കാം. ചെറിയ ചേമ്പ് വിത്തിൻ്റെ അറ്റത്ത് ഇങ്ങനെ ഒരു മുള പോലെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഈ അപ്പത്തിന് ചേമ്പപ്പം എന്ന് പറയുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും വേകുമ്പോൾ തിരിച്ചിട്ട് അത് നമുക്ക് ഈ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ 2 വശത്തും ആയി കഴിഞ്ഞാൽ കോരി മാറ്റി വയ്ക്കാം. നമ്മുടെ ചേമ്പപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ 1 കപ്പ് അരിപ്പൊടി കൊണ്ട് നമുക്ക് ഈ ഒരു പ്ലേറ്റ് നിറയെ ചേമ്പപ്പം കിട്ടും. നമുക്കിത് കഴിച്ചു നോക്കാം. സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സോഫ്റ്റാണ്. ചെറിയൊരു മധുരം, ആ മുട്ടയുടെ ആ സോഫ്റ്റ്നെസ്സും ഒക്കെ ആയിട്ട് സൂപ്പറാണ്. അപ്പോൾ എല്ലാവരും ഈ റംസാന് ചേമ്പപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. താങ്ക് യു.